ഞാൻ ഈ സമയത്തൊക്കെ റെഡിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ്. ഇപ്പം സമയം 6:45 കഴിഞ്ഞു. അവളിന് സാരി ഉടുപ്പിച്ചേരുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതിന് 7:30, 7:30, 8 മണി ആ ഒരു സമയത്തിനുള്ളിൽ ഇറങ്ങും. 9 മണിക്ക് ക്ലാസ്സിലെത്തും. ഹായ് ഗായ്സ്, ഇന്നാണ് ഞങ്ങളുടെ പ്രോഗ്രാം. പിന്നെ എനിക്ക് സാരി എൻ്റെ കൂട്ടുകാരി കൊക്കുമോളാണ് ഉടുപ്പിച്ച് തരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നത്. ഗൈസ്, അങ്ങനെ കൊക്കുമോടെ വീട്ടിലെത്തി. ഗൈസ്, എൻ്റെ കൊച്ച് നന്നായിട്ട് സാരി ഉടുപ്പിച്ച് തന്നിട്ടുണ്ട്. ഞാൻ മുല്ലപ്പൂ കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ അമ്മയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം കൊണ്ടുതരും. ഭാഗ്യമായി ഇപ്പോഴെങ്കിലും ഓർത്തത്. ഞാൻ ഒത്തിരി നാൾക്ക് ശേഷം ഇങ്ങനെ കണ്ണായിരുന്നു. ഓവറാണോ എന്ന് പറയണേ. ഗൈസ്, അങ്ങനെ അമ്മ പൂ കൊണ്ട് വരുന്നുണ്ട്. ഗൈസ്, എനിക്ക് മുല്ലപ്പൂവൊക്കെ തന്നിട്ട് അമ്മ പോവാണ്. പാവം അമ്മ, ഇത്രയും ഞാൻ നടത്തിച്ച് മുല്ലപ്പൂ എടുത്തിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇത്രയും നടക്കേണ്ടി വരത്തില്ലായിരുന്നു. ഫസ്റ്റ് നിൽക്കുകയാണ്. ഗൈസ്, ഒരു മഹാത്ഭുതം സംഭവിച്ചിരിക്കുന്നു. സാധാരണ ഏറ്റവും ലാസ്റ്റ് വരെ ഞാനാണ് ഇന്ന് ഏറ്റവും ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഇല്ല, ഗേറ്റ് അടച്ചിരിക്കുന്നത് ബാക്കിലൂടെയാണ് കയറി. സ്റ്റേജൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ സുരേഷ് സാറിൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനാണ്. പിന്നെ ഞങ്ങളുടെ സെൻഡ് ഓഫ് ചേർക്കും. ഗൈസ്, ഞാൻ വന്നപ്പോഴും സാർ എന്നോട് ചോദിച്ചതാണ് സ്കൂളിൻ്റെ തിണ്ണയിലെങ്ങാണോ വന്ന് കിടന്ന് ഉറങ്ങിയെന്ന്. നേരത്തെ വന്നത് ചെയ്യുകയാണ്. അതാണ്ട് ഒരു തുരപ്പി വന്നു. കുഞ്ഞിനെയും കൂട്ടിയാണല്ലോ അവൾ വന്നത്. സർപ്രൈസ് ആണല്ലോ. ഞങ്ങളുടെ കൊച്ചു വന്നേ. ഇവിടെ ഭയങ്കര ബഹളം. എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ തള്ളി മറിക്കുന്നുണ്ടോ ഗൈസ്? അധികം പണി കിട്ടി. എൻ്റെ ഫോൺ ഓഫായി പോയായിരുന്നു. അതുകൊണ്ട് ബാക്കി വീഡിയോസ് എടുക്കാനും പറ്റിയില്ല. അതുപോലെ എൻ്റെ സെൽഫി എടുക്കാൻ പറ്റുന്നില്ല. അത് അടിച്ചു പോയെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് വെച്ചിട്ട് എടുക്കുന്നത്. മൊത്തത്തിൽ ഫോണും പോയി. പിന്നെ ഡാൻസൊക്കെ കളിച്ചായിരുന്നു. ഞാനും എൻ്റെ കൂട്ടുകാരി മേഘയോടും കളിച്ചതിൽ ഇടയ്ക്ക് എനിക്ക് 2 പ്രാവശ്യം ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സിൽ തട്ടി വീഴാനായിട്ട് പോയി. പക്ഷെ ഭാഗ്യത്തിന് അത് വീണില്ല. പറ്റുമെങ്കിൽ ലോങ് വീഡിയോ ഞാൻ ഇടാമേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.